സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളും മിക്ക ഗോഡൌണുകളിലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കെട്ടിക്കിടക്കുകയാണ്. അതോടൊപ്പം ഇപ്പോഴും ഗുണനിലവാര പരിശോധന പോലും നടത്താതെയാണ് മരുന്നുകൾ രോഗികളിലേക്ക് എത്തിക്കുന്നതെന്നുമാണ് വിമർശനം ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, അതീവ ഗുരുതരമായൊരു സാഹചര്യം. നമുക്കറിയാം, സംസ്ഥാനമൊട്ടാകെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ഈ രോഗങ്ങൾക്കൊക്കെയും പ്രതിരോധമാകേണ്ട അല്ലെങ്കിൽ പരിഹാരമാകേണ്ട മരുന്നുകൾ പോലും കൃത്യമായി ഗുണനിലവാരമില്ല, അതും കാലാവധി കഴിഞ്ഞതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെയധികം ഗുരുതരമായൊരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത് ഇപ്പോൾ? അതെ വിഷ്ണു, വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും മരുന്നുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതും കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഈ മരുന്നുകളാണ് രോഗികളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഗുണനിലവാര പരിശോധന നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ഗുണനിലവാര പരിശോധനയുടെ കാര്യം നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ജനം ടി വി തന്നെ ചില മരുന്നുകളുടെ പേരുകൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ക്യാൻസറിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന, അതായത് ബ്ലഡ് ക്യാൻസറിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന പോലും കൃത്യമായി നടത്തുന്നില്ല എന്നുള്ളതാണ് ആ രേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ. അത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. 10,000 കോടിയിലധികം രൂപയുടെ മരുന്നുകളാണ് ഈ വിപണിയിലേക്ക് എത്തുന്നത്. ഒരു മരുന്നിന്റെ പരിശോധനയ്ക്ക് തന്നെ 2 ദിവസം 3 ദിവസം മുതൽ 20 ദിവസം വരെ സമയം വേണ്ടിവരും. പക്ഷേ അത്തരത്തിലുള്ളൊരു പരിശോധന കൃത്യമായി നടത്താതെയാണ് രോഗികളിലേക്ക് എത്തിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, മരുന്നുകൾ കൃത്യമായി ഇത്തരത്തിൽ ഗുണനിലവാര പരിശോധന എല്ലാ മരുന്നുകളിലും നടത്താൻ കഴിയില്ല, റാൻഡം സാമ്പിളിംഗ് മാത്രമേ നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോഗ്യ അവസ്ഥയിലേക്കൊക്കെ രോഗികളെ കൊണ്ടുപോകും. ഏറ്റവും പ്രധാനമായും ആന്റിബയോട്ടിക്കുകൾ ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാകും ഉണ്ടാവുക. കൃത്യമായി ഗുണനിലവാര പരിശോധന നടത്താതെ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നിലവിലുള്ള രോഗത്തേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് രോഗികളെ നയിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ മരുന്നുകൾ വിപണിയിലേക്ക് എത്തിക്കുക അത് നേരത്തെ ഉള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. 3 ഇരട്ടിയിലധികം മരുന്നുകളുടെ ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിപണിയിലേക്ക് ഈ മരുന്നുകൾ എത്തുമ്പോൾ അത് വ്യാപകമായി ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ മരുന്ന് വാങ്ങി ഉപയോഗിച്ചതിനു ശേഷം രോഗികൾ അത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ആ ആരോഗ്യ പ്രശ്നം പരാതിയായി ഉന്നയിക്കുമ്പോൾ മാത്രമാണ് അത് സംബന്ധിച്ച് ഗുണനിലവാര പരിശോധന നടത്താൻ തയ്യാറാകുന്നത്. അത്തരത്തിൽ ഗുണനിലവാര പരിശോധന പിന്നീട് നടത്തുകയും ആ മരുന്നിന്റെ വിതരണം സ്റ്റോപ്പ് മെമ്മോ നൽകിയത് നിർത്തിവെക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ മുൻകൂട്ടി തന്നെ, അതായത് വിപണിയിലേക്ക് മരുന്ന് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ മരുന്നുകളുടെയും ഗുണനിലവാര പരിശോധന നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധർ തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. പക്ഷേ അക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള അലംഭാവമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റാൻഡം സാമ്പിളിംഗ് നടത്തുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഗുണനിലവാര പരിശോധന നടക്കുന്നില്ല. മാത്രമല്ല പല ഗോഡൌണുകളിലും ഈ മരുന്നുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KMSCL, കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ ഒരു സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് മരുന്നുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളും കെട്ടിക്കിടക്കുന്നതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം, രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം, അതും അപൂർവമംഗളായിട്ടുള്ള രോഗങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന 2 മാസങ്ങളിൽ ഈ രോഗവ്യാപനം, അതായത് പകർച്ചവ്യാധികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുമെന്നുള്ളൊരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ നൽകുകയുണ്ടായി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരും. അത് എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, H1N1, ചിക്കുൻ ഗുനിയ ഉൾപ്പെടെയുള്ള രോഗബാധിതരുടെ എണ്ണങ്ങളിലാണ് ക്രമാതീതമായ ഒരു വർധനവ് രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മരുന്നിന്റെ ഉപയോഗവും അത്രത്തോളം ഉയരും എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന ഉറപ്പുവരുത്താതെ വിതരണം ചെയ്യുകയാണെങ്കിൽ അത് പിന്നീടും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. സാധാരണയായി ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നൽകുന്നത് ആന്റിബയോട്ടിക്കുകളാണ്. ഈ ആന്റിബയോട്ടിക്കുകളുടെ പ്രശ്നം തന്നെ കൃത്യമായി അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് കാലക്രമേണ പലതരത്തിലുള്ള മറ്റു പല ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്തും കൃത്യമായി പരിശോധന നടത്തും. ചില സ്വകാര്യ കമ്പനികളുടെ മെഡിസിൻസിനാണ് ഈ ഗുണനിലവാര പരിശോധന ഇല്ലാത്തതായി വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. അതും ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ, ഈ പനിക്കൊക്കെ നൽകുന്ന പാരസെറ്റമോൾ അല്ലാതെ ബ്ലഡ് ക്യാൻസറിന് ഉൾപ്പെടെ നൽകുന്ന മരുന്നുകൾ, ആ മരുന്നുകളിൽ പോലും കൃത്യമായി ഗുണനിലവാര പരിശോധന നടത്താതെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് രേഖകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നൊരു കാര്യം. ഈ KMCL സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മരുന്നുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ മരുന്ന് ക്ഷാമവും സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഇനി തുടർന്ന് പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളെങ്കിലും
കൃത്യമായിട്ടുള്ള ഗുണനിലവാര പരിശോധന നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. കാരണം ഈ പകർച്ചവ്യാധികളൊക്കെ പെരുകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മരുന്നിന്റെ ലഭ്യത കൂടി ഉറപ്പുവരുത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി ശക്തമായി ഉയർന്നിട്ടുണ്ട്. പല ആശുപത്രികളിലും മരുന്നിന്റെ ലഭ്യത കുറവാണ്. കൂടുതൽ മരുന്നുകൾ സ്റ്റോക്കുള്ള ഇടങ്ങളിൽ നിന്നും കുറച്ചുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അത്തരത്തിലൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രശ്മി, എന്ത് തന്നെയായാലും ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് തകർന്നടിയുകയാണ് കേരളത്തിലെ എന്ന് വേണം നമുക്ക് പറയേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? ഗുണനിലവാരത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതും അന്ന് ആ ഒരു പരാതി ഉയർന്നു വരുന്നൊരു സമയത്തും CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഗുണനിലവാര പരിശോധന സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിട്ടും വന്ന് ഡ്രഗ്സ് കൺട്രോളറോട് അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ ആ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകുകയല്ലാതെ മറ്റൊരു നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല. പ്രധാനമായും ഈ രക്താർബുദത്തിന് നൽകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്ലഡ് ക്യാൻസറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ നൽകുന്ന ഹൈഡ്രോക്സി യൂറിയ ക്യാപ്പ് എന്ന് പറയുന്ന മരുന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഈ മരുന്നിന് ഗുണനിലവാരമില്ല എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ആ പരാതി ലഭിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ ഹൈഡ്രോക്സി യൂറിയ ക്യാപ്പിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഡയബറ്റീസിന് നൽകുന്ന മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നുള്ള മരുന്ന്, ഈ മരുന്നിനും ഗുണനിലവാരമില്ല എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തി. അതായത് വിതരണം ചെയ്തതിന് ശേഷം രോഗികളുടെ ഭാഗത്തു നിന്നും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള പരാതിയെ തുടർന്ന് പിന്നീട് ഗുണനിലവാര പരിശോധന നടത്തുകയും അതിന് ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തൊരു മരുന്നാണ്. പിന്നീട് ന്യൂമോണിയയ്ക്ക് നൽകുന്ന ഒരു മരുന്നാണ് ഓഫ്ലോക്സാസിൻ. ഈ മരുന്നിനും സമാനമായ രീതിയിൽ തന്നെ ഗുണനിലവാരമില്ല എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ തന്നെ രക്താർബുദം, ഡയബറ്റീസ്, ന്യൂമോണിയ, ഇതൊക്കെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണ്. ഇതിന് നൽകുന്ന മരുന്നുകൾക്കും അത്രമാത്രം ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനൊന്നും തന്നെ ഗുണനിലവാരമില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇതിന്റെ വിതരണം നിർത്തിവെച്ചത്. അതും ഈ പരാതി ലഭിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് ടൺ മരുന്നുകളാണ് വിപണിയിലേക്ക് എത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും നിരവധി രോഗികളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല രോഗബാധിതരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഒരേ സമയം തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഇത് എത്തുന്നത്. അപ്പോഴാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതി ലഭിക്കുന്നത്. ആ പരാതി കിട്ടി അതിന്റെ ഗുണനിലവാര പരിശോധന പിന്നീട് നടത്തുമ്പോഴേക്കും അത് നിരവധി പേർ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടാകും, ലക്ഷക്കണക്കിന് പേർ അത് ഉപയോഗിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനുശേഷം നടത്തുന്ന ഈ ഒരു പരിശോധന കൊണ്ട് യാതൊരു പ്രയോജനമില്ല. CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ നേരത്തെ ഈ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല എന്നുള്ളത്. ആരോഗ്യവകുപ്പ് അതിന്റെ പരിശോധന നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിക്കുന്നു. ഡ്രഗ്സ് കൺട്രോളറോട് നിർദ്ദേശം നൽകുന്നതല്ലാതെ മറ്റ് തുടർ നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യമന്ത്രി കടക്കുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് കടക്കുന്നില്ല, സർക്കാർ കടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം വളരെ ശക്തമായി തന്നെ നിലനിന്നിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ വേണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. നിലവിൽ ഇപ്പോൾ മരുന്ന് കമ്പനികൾക്കൊക്കെ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി മരുന്ന് വിതരണം പല കമ്പനികളും നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കിക്കൊണ്ട് തന്നെ ഈ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബൾക്കായിട്ട് മരുന്നുകൾ ശേഖരിച്ചു വെക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. ഇതും വളരെ മോശപ്പെട്ട ഒരു രീതിയാണ്. കാരണം ഈ ശേഖരിച്ച് വെക്കുന്നതിലൂടെ മരുന്നുകൾ കാലപ്പഴക്കം ചെല്ലുന്നു. അത് വിതരണം ചെയ്യുന്നത് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാകും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്. കാരണം ഈ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും, ഈ വെസ്റ്റ്നൈൽ പനിയാണെങ്കിലും മറ്റ് അമീബിക് പ്രശ്നങ്ങളാണെങ്കിലും ഇത് പുതുതായി ഈ നിലവിലാണ് ഇപ്പോൾ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പകർച്ചവ്യാധികളുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും ഡെങ്കിപ്പനി മരണം വർദ്ധിക്കുന്നുണ്ട്, ഡെങ്കിപ്പനി വ്യാപനം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലിപ്പനി, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ മറ്റ് സംസ്ഥാനങ്ങളിൽ B, C ഒക്കെയാണ് വ്യാപിക്കുന്നതെങ്കിൽ കേരളത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് എ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഒരു സംസ്ഥാനം. എന്തുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ കേരളത്തിൽ മാത്രം ഇത്രത്തോളം ഉയർന്നു കാണുന്നത് എന്നുള്ളതിൽ പോലും പഠനം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. പ്രതിദിനം തന്നെ 39 പേർക്കോളം കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം രോഗവ്യാപനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ മരുന്നുകൾക്ക് കൂടി ഗുണനിലവാരമില്ല എന്നുള്ളത് വരുമ്പോൾ അത് വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിക്കും. അതിന്റെ ഗുണനിലവാര പരിശോധന കൃത്യമായി നടത്തണം. അതോടൊപ്പം തന്നെ മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ആവശ്യം. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു വിമർശനം. ഇപ്പോൾ നിലവിൽ തന്നെ ഇതിന്റെ മുന്നൊരുക്ക നടപടികളൊക്കെ സ്വീകരിക്കുന്നതിലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളാണെങ്കിലും ജനറൽ ആശുപത്രികളാണെങ്കിലും താലൂക്ക് ആശുപത്രികളാണെങ്കിലും ഇവിടൊക്കെ തന്നെ
മരുന്നിന്റെ ലഭ്യതയില്ല, ഡോക്ടർമാരുടെ കുറവ് നിലനിൽക്കുന്നുണ്ട്, ICU കിടക്കുകളില്ല, വെന്റിലേറ്റർ സംവിധാനങ്ങളില്ല, കിടക്കുകളില്ല. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഈ രോഗവ്യാപനം വരുന്ന 2 മാസങ്ങളിൽ അതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി തന്നെയാണ് തുറന്ന് സമ്മതിച്ചത്. പക്ഷേ അതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതാണ് അപ്പോഴൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഈ മരുന്നുകൾ പലപ്പോഴും ഇപ്പോഴും പല മരുന്നുകൾക്കും രോഗികൾ എത്തുന്ന സമയത്ത് അവർക്ക് പുറത്ത് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് വാങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പോലും സർജറി നടത്തണമെങ്കിൽ രോഗി തന്നെ പോയി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ പുറത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് നീങ്ങുന്നത്. ഈ പകർച്ചവ്യാധികളൊക്കെ ഇത്രത്തോളം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മരുന്നിന്റെ ലഭ്യതയും അതിന്റെ ഗുണനിലവാരവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. CAG റിപ്പോർട്ട് വന്നിട്ടും പലതവണ ഇതിന്റെ തെളിവുകളടക്കം ജനം TV പുറത്തുവിട്ടിട്ടും നിലവിലും അത്രത്തോളം ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണിത്. ആന്റിബയോട്ടിക്കുകൾ ഇത്തരത്തിൽ വ്യാപകമായി വിതരണം ചെയ്യുന്നത് കാലക്രമേണയെങ്കിലും രോഗികൾക്ക് വീണ്ടും മറ്റു പല, അതായത് നിലവിലുള്ള അസുഖത്തിനേക്കാൾ മറ്റു പല അസുഖങ്ങളും, അലർജിക് പോലുള്ള പല രോഗങ്ങളും ചില രോഗികൾക്കൊക്കെ പ്രകടമായതിനെ തുടർന്നാണ് രേഖാമൂലം പരാതി ലഭിക്കുകയും പിന്നീട് പരിശോധനയൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വകാര്യ കമ്പനികളിൽ നിന്ന് റാൻഡം സാമ്പിളിംഗ് പരിശോധന മാത്രം നടത്താതെ കൃത്യമായി തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ മരുന്നുകളിലും ഗുണനിലവാര പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. അതും 2 ദിവസം മുതൽ 20 ദിവസം സമയം വരെയാണ് ഓരോ മരുന്നിന്റെയും ഗുണനിലവാര പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ളത്. അത്തരത്തിൽ ആന്റിബയോട്ടിക്കുകളൊക്കെ കൃത്യമായി ഗുണനിലവാര പരിശോധന നടത്തിയതിനു ശേഷം മാത്രം വിപണിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പല തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ആരോഗ്യ വിദഗ്ധരും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. വിഷ്ണു, രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇത്രത്തോളം പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ നിന്നും കിട്ടുന്ന മരുന്ന് വിശ്വാസയോഗ്യമായി കഴിക്കാനാകുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ ആശുപത്രിയിലും മരുന്നില്ല, ഇത്തരത്തിൽ സർക്കാർ ഫാർമസികളിലും മരുന്നില്ല. പകരം ഇവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ഫാർമസികളിലാണ്. അവിടുത്തെ അമിതമായ വിലക്കയറ്റവും അതും മറ്റൊരു പ്രതിസന്ധി തന്നെയല്ലോ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലുള്ള ഫാർമസികളിൽ ഉള്ള മരുന്നുകൾ കാലപ്പഴക്കം ചെന്നുള്ള ഒരു കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഫാർമസികളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചൊരു പരിശോധന തന്നെയല്ലേ ഇനി വേണ്ടത്? ഈ സ്വകാര്യ ഫാർമസികളിൽ നിന്നാണ് കൂടുതലും ഈ മരുന്നുകൾ ഇപ്പോൾ രോഗികൾ വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മരുന്നിന്റെ ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. എവിടെയും പല മരുന്നുകളും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം. ഇനി ലഭിക്കുന്ന മരുന്നുകളാണെങ്കിലും അതിൽ ഗുണനിലവാരവുമില്ല. കൃത്യമായി അതിന്റെ ഒരു ലഭ്യത ഉറപ്പുവരുത്താനോ പരിശോധന നടത്താനോ KMCLO സർക്കാരോ ഒന്നും തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ഗോഡൌണിന് മെഡിസിൻ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം, കൃത്യമായ അന്വേഷണത്തിലേക്കൊക്കെ കടക്കുമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞെങ്കിൽ പോലും അതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും, അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഒന്നും തന്നെ അക്കാര്യത്തിൽ നടന്നിട്ടില്ല. ഇതൊക്കെ തന്നെ പല കാര്യങ്ങളും മറച്ചുവെക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ അന്വേഷണത്തിലൊക്കെയുള്ള മെല്ലെപ്പോക്ക്. അതായത് കാലപ്പഴക്കം ചെന്ന മരുന്നുകൾ ഇപ്പോഴും ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള മരുന്നുകൾ ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം മരുന്നിന്റെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ഈ കാലപ്പഴക്കം ഒന്നും തന്നെ കൃത്യമായി പരിശോധിക്കാതെയാണ് അത് രോഗികളിലേക്ക് എത്തിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള, അത് കാലക്രമേണ ആയിരിക്കും അതിന്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാവുക. ഏതായാലും ആരോഗ്യ വിദഗ്ധർ ഈ ഒരു ഇനി വരുന്ന 2 മാസം, അതായത് പല പകർച്ചവ്യാധികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പകർച്ചവ്യാധികളിലും ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്താണ് മരുന്നിന്റെ ഉപഭോഗം വർദ്ധിക്കുക. നിലവിൽ തന്നെ ഈ രോഗബാധിതരുടെ എണ്ണവും മരുന്നുകളിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഒരു പണം ലഭ്യമാകില്ല, കുടിശ്ശിക തുക വിതരണ കമ്പനികൾക്കൊക്കെ നൽകിയതിനു ശേഷം ഇത്തരത്തിലുള്ള നടപടികൾ വളരെ കാര്യക്ഷമമായി ചെയ്യണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. കാരണം സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെയും മറ്റു പല വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ധനവകുപ്പിനോട് ഉൾപ്പെടെ ഈ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ പലതവണ കത്ത് നൽകിയിട്ടും ആ തുകയൊന്നും അനുവദിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുക. അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു ഗുണനിലവാര പരിശോധന നടത്താതെയും അതിന്റെ മരുന്നുകളുടെ ലഭ്യത ഉൾപ്പെടെ ഉറപ്പുവരുത്താതെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.